ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കണമെന്ന് എനിക്കറിയില്ല. ഭയങ്കര കാറ്റുണ്ട്. ആൻഡ് ഞാൻ ഹെഡ്സെറ്റിന്റെ ഒരു മൈക്ക് വെച്ചിട്ട് സംസാരിക്കണം. എൻ്റെ ഒരു പ്ലേസ് നിന്ന് ഈ ഒരു സ്ഥലത്തിലോട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് ഡിസ്റ്റൻസ് ഉണ്ട്. ആൻഡ് നിങ്ങൾക്ക് അറിയോ ഞാൻ എങ്ങനെയാണ് വന്നെന്നുള്ള കാര്യം? ദേ കാണുന്ന എൻ്റെ ആ ഒരു സ്കൂട്ടിയിലാണ് വന്നത്. അത് ഞാൻ ഒറ്റയ്ക്ക്, എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ ഒറ്റയ്ക്ക് വിടലില്ല. കാരണം സത്യം പറഞ്ഞാൽ 10 ദിവസം മുന്നേ വരെ ഓപ്പോസിറ്റ് വണ്ടി വരുന്ന സമയത്ത് എനിക്ക് കൈയും കാലും വരയ്ക്കും. വണ്ടി ഓടിക്കെങ്കിലും ഓപ്പോസിറ്റിന് വണ്ടി വരുന്ന സമയത്ത് വരയ്ക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ പോയി ഓടിച്ചിട്ട് എവിടെയും കൊണ്ട് ഇടിക്കുന്നതുകൊണ്ട് അവർക്ക് ഒരു തരി പോലും എൻ്റെ മേലെ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാൻ വണ്ടി ഓടിക്കുന്നുള്ള കാര്യം. ഇപ്പം ഞാൻ വണ്ടി എടുത്ത് ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവരൊന്നും പറഞ്ഞ ആശയം പോയിട്ട് വാ. കാരണം എന്താ, എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള കാര്യം ഞാൻ അവർക്കൊരു വിശ്വാസം ഉണ്ടായി കൊടുത്തുകൊണ്ടാണ് ഞാൻ അവരെ ബാക്കിൽ ഇരുത്തിയിട്ട് എപ്പോഴാണ് ഒരു 10-20 കിലോമീറ്റർ വിറയ്ക്കാതെ ഇങ്ങനെ ഓടിച്ച് കാണിച്ചു കൊടുത്തത്. അപ്പോൾ അവർക്ക് ഓക്കെയാണ് ഇപ്പോൾ. സോ എക്സാക്ട്ലി ലൈക്ക് ദാറ്റ് നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ക്ലോസ്ഡ് വൺസിൽ നിന്ന് ചിലപ്പോൾ നമ്മളെ എതിർത്തേക്കാം. കാരണം ഇത്രയേ ഉള്ളൂ, നമുക്ക് എന്തെങ്കിലും പറ്റിയാലോ അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്ത് എവിടെ എത്താതെ പോയാലോ നമ്മുടെ മേലൊരു ഗുഡ് കൺസേൺ കൊണ്ടാണ് അവരങ്ങനെ പറയണേ. അപ്പോൾ അവർക്കൊരു ട്രസ്റ്റ് വരുത്തി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഫിയർ ഓവർകം ചെയ്ത് നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം അവർ കാണിച്ചു കൊടുക്കുന്നതിലൂടെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ ഫിയർ ഓവർകം ചെയ്ത് ചെയ്യാൻ പറ്റും? നമ്മളോട് നമ്മൾ തന്നെ പറയണം. അവിടെ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. എന്നെക്കൊണ്ട് പറ്റും, എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റും, വിറയ്ക്കാതെ ഓടിക്കാൻ പറ്റും. അങ്ങനെ ഒരു 100 വർഷം എന്നോട് പറഞ്ഞ് അങ്ങനെ വിറയ്ക്കാതെ ഓടിക്കാൻ തുടങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ ഒരു 7-8 ദിവസമേ ആയിട്ടുള്ളൂ, ടു ബി ഓണസ്റ്റ്. ബിക്കോസ് ഇതുവരെ ഓടിയെങ്കിൽ ഒരു വിറയലുണ്ടായിരുന്നു. സോ എനിത്തിങ് ഈസ് പോസിബിൾ. ഇറ്റ്സ് ഓൾ അബൌട്ട് ഫസ്റ്റ് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഫിയറിനെ ഓവർകം ചെയ്ത് നമ്മൾ മുന്നോട്ട് വരാത്തിടത്തോളം കാലം ഒരു മനുഷ്യനും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല, ഒരാൾ നമ്മളെ ട്രസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ബട്ട് ഓൾമോസ്റ്റ് സൺസെറ്റ് ഒക്കെ കഴിഞ്ഞ് മഴ വരുന്നൊരു മൂഡാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ. എന്തായാലും ഇന്ന് തന്നെ ഇങ്ങോട്ട് വരണമെന്നുണ്ടായിരുന്നു. ഈ ഒരു മെസ്സേജ് ഇവിടെ വന്നിട്ട് എന്നെ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് ഒറ്റയ്ക്ക് വണ്ടി എടുത്തിട്ട് വന്നിട്ട് തന്നെ വണ്ടി ഓടിക്കുന്നത് അത്ര വലിയ കാര്യമാണെന്ന് ചോദിച്ചാൽ അത്ര വലിയ കാര്യം. ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞതാണ് നമ്മുടെ ലൈഫിലെ കുഞ്ഞു ഫിയേഴ്സിനെ ഓവർകം ചെയ്യുന്നിടത്താണ് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ വലിയ ഡ്രീംസിലോട്ട് എന്താ പറയുക ചവിട്ടൂടി വെക്കാനുള്ള ഒരു ശക്തി അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് നമ്മുടെ ഉള്ളിലോട്ട് വരണേ. സോ ഹോപ്പ് സോ ജൂലൈ എല്ലാവർക്കും ഒരു ഹോപ്പ്ഫുൾ ആയിട്ടൊരു മന്ത് ആവട്ടെ. ബാലൻസ് ഒരു 6 months എല്ലാവരുടെ ലൈഫിലും ഒരുപാട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. ഈ വോയിസ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.